എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കിക്ക് ഓഫ് ചെയ്യുന്നത് സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസിൻ്റെ ഒരു സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. നിക്ക് ഓൾഡിസ് പുതിയ വുമൻസ് ചാമ്പ്യനായ ചെൽസി ഗ്രീനെ റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ചെൽസി ഗ്രീന് ഇഞ്ചുറി ഉണ്ട് എന്നുള്ള ഒരു വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. റിയൽ ആയിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ്. ചെൽസി ഗ്രീന് ആ ഒരു ഇഞ്ചുറിയെ തുടർന്ന് ടൈറ്റിൽ റിലിക്വിഷ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ആ ഒരു സെഗ്മെൻറ്റ് തുടങ്ങുന്നത്. ടൈറ്റിൽ റിലിക്വിഷ് ചെയ്യാൻ നിക്ക് ഓൾഡിസ് ചെൽസി ഗ്രീനോട് ആവശ്യപ്പെടുന്നു. പക്ഷേ വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സിലൂടെ ചെൽസി ഗ്രീൻ എങ്ങനെയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നേടിയെടുത്തത് എന്നൊക്കെ ചെൽസി ഗ്രീൻ തന്നെ വിവരിക്കുന്നുണ്ട്. അവസാനം നിക്ക് ഓൾഡിസ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് ചെൽസി ഗ്രീൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും ചെൽസി ഗ്രീന് ഒരു ക്ലോസിലൂടെ 30 ദിവസത്തിനുള്ളിൽ ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ ചാമ്പ്യൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ള ഒരു ക്ലോസ് വെച്ചിട്ട് ആ ടൈറ്റിൽ തിരികെ ചെൽസി ഗ്രീന് കൊടുക്കുന്നു. അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗുന്തറിൻ്റെ എൻട്രിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിക്ക് ഓൾഡിസുമായിട്ട് ഗുന്തർ സംസാരിക്കുന്നത് സമ്മർ സ്ലാമിന് ശേഷമുള്ള ടൈറ്റിൽ മത്സരമൊക്കെ എവിടെ തന്നെ നിക്ക് ഓൾഡിസ് ചതിച്ചു എന്നുള്ളത്. അപ്പോൾ നിക്ക് ഓൾഡിസ് പറയുന്നുണ്ട്, കെവിൻ ഓവൻസിനെയാണ് ഞാൻ ആ ഒരു മത്സരത്തിലേക്ക് ആഡ് ചെയ്തത്. നിനക്ക് അതൊരു ഭാഗ്യം മാത്രമാണ്. കാരണം കെവിൻ ഓവൻസിൻ്റെ മത്സരത്തിലേക്ക് നീ വരികയാണ് ചെയ്തത്, അല്ലാതെ നിൻ്റെ മത്സരത്തിലേക്ക് കെവിൻ ഓവൻസ് വരികയല്ല എന്ന്. അവിടെ ചെൽസി ഗ്രീനെ ഗുന്തറിനെ കളിയാക്കുന്നു. ഗുന്തർ തിരിച്ചും ചെൽസി ഗ്രീനെ കളിയാക്കുന്നു. അവസാനം മാറ്റ് കാർഡോണ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഗുന്തറുമായിട്ട് ഫേസ് ടു ഫേസ് ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട്. അവിടെ മാറ്റ് കാർഡോണയെയും ഗുന്തർ കളിയാക്കുന്നു. അവസാനം ഇവർക്കിടയിലൊരു ഫൈറ്റ് വരുന്നു. ആ ഒരു ഫൈറ്റിനൊടുവിൽ അവർക്കിടയിലൊരു മത്സരം നടക്കുന്നു. അതായത് നിന്ന നിൽപ്പിലെ ആ ഡ്രസ്സിൽ തന്നെ ഇവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. മത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ തുടർച്ചയായ 4 പവർ ബോംബുകളൊക്കെ ചെയ്തുകൊണ്ട് മാറ്റ് കാർഡോണയെ ഗുന്തർ സബ്മിഷനിലൂടെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ മത്സരത്തിൽ വിജയിച്ചു. ആ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ നയ ജാക്സും അതുപോലെ തന്നെ ലാഷ് ലെജയും റിങ്ങിലേക്ക് വരുന്നുണ്ട്. അവർ ചെൽസി ഗ്രീനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കാണ് തുടക്കം കുറിക്കുന്നത്. കാരണം ആ ഒരു വുമൻസ് ചാമ്പ്യൻഷിപ്പ് വേണമെന്നുള്ളത് ആവശ്യപ്പെടുന്നു. അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി ടിഫനി സ്ട്രാറ്റൻ കടന്നു വരുന്നു. ഓൾറെഡി ടിഫനി സ്ട്രാറ്റന് ഈ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. ചെൽസി ഗ്രീനെ സഹായിക്കാൻ വേണ്ടി ടിഫനി സ്ട്രാറ്റൻ വരുന്നു. പക്ഷേ ലാഷ് ലെജൻഡും നയ ജാക്സും ടിഫനിയെ അടിച്ചിരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെൽസി ഗ്രീൻ ഫിസിക്കലായിട്ട് ഒരു ഫൈറ്റിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ ഇന്നത്തെ സ്മാക്ഡൗണിൽ കടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിനർത്ഥം താരത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്മാക്ഡൗണിൻ്റെ ആദ്യത്തെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിസ് തുടങ്ങിയവർ നടന്നു വരുന്നു. ഷാർലറ്റ് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജെഡ് കാർഗിലിനെ പരാജയപ്പെടുത്തിയതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. അലക്സ ബ്ലിസ് തിരികെ വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് പറയുന്നു. അലക്സ ബ്ലിസിനെ ഇഷ്ടമാണ് എന്നൊക്കെ നിരന്തരം പറയുന്നു. ടാറ്റൻ ഫെക്സ്ലിയുടെ ഇടപെടലാണ് ഷാർലറ്റിൻ്റെ വിജയത്തിന് മുഖ്യ കാരണമായത് എന്നുള്ളത് അലക്സ ബ്ലിസ് പറയുന്നുണ്ട്. തനിക്ക് കിട്ടുന്ന പ്രാധാന്യം ടാറ്റൻ ഫെക്സ്ലിക്കും കൊടുക്കണമെന്നുള്ളത് അലക്സ ബ്ലിസ് ഷാർലറ്റിനോട് പറയുന്നു. അത് വേണോ എന്ന് ഷാർലറ്റ് ചോദിക്കുന്നു. അത് വേണമെന്ന് അലക്സ ബ്ലിസ് പറയുന്നു. നമുക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് ഫാക്ടറി ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഒരു സർപ്രൈസ് ഒരു റൂമിൽ ഇവരുടെ പിക്ചേഴ്സൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു സർപ്രൈസ് ആയിരുന്നു. ഈ ടാറ്റൻ ഫെക്സ്ലിയെ ഷാർലറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. നോർമൽ വുമൺ റെസ്ലേഴ്സിൻ്റെ ക്യാരക്ടറിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടാറ്റൻ ഫെക്സ്ലി ചെയ്യുന്നത്. നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒരു ഭ്രാന്തുള്ള ഒരു റെസ്ലറാണ് എന്ന് തോന്നുമെങ്കിലും ഇഷ്ടപ്പെടുന്നവർ, അതായത് ടാറ്റൻ ഫെക്സ്ലി എന്ന് പറയുന്ന റെസ്ലറിനെ ഇഷ്ടപ്പെടുന്ന മറ്റ് റെസ്ലേഴ്സിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു റെസ്ലർ അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നുള്ളതാണ് ടാറ്റൻ ഫെക്സ്ലിയുടെ ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. പിന്നീടും നമുക്കൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക്ക് ഓൾഡിസും കോഡി റോഡ്സ് എന്ന സൂപ്പർ താരവും ബാക്ക് സ്റ്റേജിൽ കണ്ടുമുട്ടുന്നു. നിക്ക് ഓൾഡിസിനോട് റാൻഡി ഓർട്ടനെതിരെയുള്ള മത്സരം എവിടെ വെച്ചിട്ടാണെങ്കിലും തനിക്ക് വേണമെന്നുള്ളത് ആ സ്റ്റോറി അവസാനിപ്പിക്കാൻ സമയമായി എന്നുള്ളതും കോഡി റോഡ്സ് പറയുന്നു. അപ്പോൾ നിക്ക് ഓൾഡിസ് മുന്നോട്ടേക്ക് വെക്കുന്നത് സൺഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ വരാൻ പോകുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നടത്തിയാലോ എന്നുള്ളത്. അറ്റ്ലാന്റ ജോർജിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷോ നടക്കുന്നത്. അവിടെ നല്ലൊരു സമയമാണ് എന്നുള്ളത് നിക്ക് ഓൾഡിസ് മുന്നോട്ടേക്ക് വെക്കുന്നു. ഓക്കെ ആണെന്നുള്ളത് കോഡി റോഡ്സ് പറയുന്നു. അപ്പോൾ റാൻഡി ഓർട്ടനുമായി തനിക്കൊന്ന് സംസാരിക്കണം, റാൻഡി ഓർട്ടനെ താൻ കണ്ടിട്ടില്ല എന്നുള്ളതും നിക്ക് ഓൾഡിസ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് സാമി ജെയിനും കോഡി റോഡ്സിൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നു. സാമി ജെയിൻ പതിവ് പോലെ കംപ്ലയിൻറ്റ്സ് പറയാൻ ആരംഭിക്കുന്നു. കോഡി റോഡ്സിന് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നു. തനിക്ക് ഇതുവരെ തൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ റീമാച്ച് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. കോഡി റോഡ്സ് ജസ്റ്റ് വന്ന് ചോദിച്ചാൽ മതി, അപ്പോഴേക്ക് മാച്ച് റെഡിയാണ് എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കമ്പനിയും മാനേജ്മെൻറ്റും എല്ലാവരും മനഃപൂർവ്വം തരം താഴ്ത്തുന്നു എന്നുള്ളതിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നു. കോഡി റോഡ്സിന് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ കോഡി റോഡ്സും സാമിസൻ്റെ ഈ ഒരു കംപ്ലയിൻറ്റ്സിനെതിരെ തിരിച്ചടിക്കുന്നുണ്ട്. നിനക്ക് എപ്പോഴും പരാതികളാണ് പറയാനുള്ളത്, നീ തെളിയിച്ച് കാണിക്കൂ എന്നുള്ളത്. അപ്പോൾ സാമിസൺ പറയുന്നുണ്ട്, ഇവിടെ ആരും ചെയ്യാത്തത് താൻ ചെയ്തിട്ടുണ്ട്. കോഡി റോഡ്സിനെ
പിൻ ചെയ്തിട്ട് താൻ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അപ്പോൾ നിന്നെ തോൽപ്പിച്ച് ഞാൻ ഓൾറെഡി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വട്ടമല്ലേ എന്നുള്ളത് കോഡി റോഡ്സ് പറയുന്നു. ഇനി അവസരം കിട്ടിയാൽ ഇനിയും ചെയ്യുമെന്നുള്ള രീതിയിലാണ് സാമി സൈൻ സംസാരിക്കുന്നത്. അപ്പോൾ കോഡി റോഡ്സ് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും മത്സരം ചോദിച്ചാൽ മത്സരം കിട്ടുന്നു എന്നുള്ളൊരു പരാതിയല്ലേ നിനക്കുള്ളത്. അപ്പോൾ നിനക്കെതിരെയുള്ള ഒരു മത്സരത്തിന് താൻ ഇപ്പോൾ തയ്യാറാണ്. അത് ഇന്നത്തെ സ്മാക്ഡൗണിൽ വെച്ച് നടക്കും എന്നുള്ളത് കോഡി റോഡ്സ് പറയുന്നു. അപ്പോൾ സാമി നിക് ഓൾഡിസിനോട് പറയുന്നുണ്ട്, താൻ ഇഞ്ചേർഡ് ആണ്, തനിക്ക് മത്സരിക്കാൻ സാധിക്കില്ല, തനിക്ക് പരിക്കുകളുണ്ട് എന്നുള്ളത്. അതൊന്നും വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, മത്സരം നമുക്ക് സ്മാക്ഡൗണിൽ നടത്താമെന്നും നിക് ഓൾഡിസ് പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരു സ്റ്റിപ്പുലേഷൻ കൂടി നിക് ഓൾഡിസ് ഈ ഒരു മത്സരത്തിലേക്ക് ആഡ് ചെയ്യുന്നു. കോഡി റോഡ്സിന് ഒരിക്കൽ കൂടി സാമി സൈനെ പരാജയപ്പെടുത്താൻ സാധിച്ചാൽ ഈ കെവിൻ ഓവൻസ് വേഴ്സസ് CM Punk തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ വിജയിച്ചു വരുന്ന ചാമ്പ്യനെതിരെ സാമി സൈൻ ആയിരിക്കും അടുത്തതായിട്ട് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നത് എന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്യുന്നു. അങ്ങനെ സാമി സൈൻ മനസ്സോടുകൂടി മത്സരത്തിന് ഓക്കെ പറയുന്നതാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. സ്മാക്ഡൗണിലെ രണ്ടാമത്തെ മത്സരം എന്ന് പറയുന്നത് ഈ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്ന 3 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ബെറോൺ കോർബിൻ്റെ ടൈറ്റിൽ ഡിഫൻസുകളിൽ അദ്ദേഹത്തിൻ്റെ ഈ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പ് ഡിഫൻസ് ആയിരുന്നു. കാർമെലോ ഹെയ്സ് എന്ന് പറയുന്ന മുൻ ചാമ്പ്യനെതിരെയായിരുന്നു ബെറോൺ കോർബിൻ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാർമെലോ ഹെയ്സിൻ്റെ ഹോം ടൗണിലായിരുന്നു ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാണികളുടെ വമ്പൻ സപ്പോർട്ട് കാർമെലോ ഹെയ്സിനെ ലഭിക്കുന്നുണ്ടായിരുന്നു. കാർമെലോ ഹെയ്സിൻ്റെ നല്ല പ്രകടനം, ബെറോൺ കോർബിൻ്റെയും നല്ല പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മത്സരവും ഈ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ക്ലീനായി തന്നെ ബെറോൺ കോർബിൻ കാർമെലോ ഹെയ്സിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം കഴിഞ്ഞുടനെ തന്നെ ട്രിക് വില്യംസിൻ്റെ മ്യൂസിക് പ്ലേ ചെയ്യപ്പെടുന്നു. ട്രിക് വില്യംസ് ആ ഒരു എൻട്രൻസ് റാമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാൽ ട്രിക് വില്യംസ് റിങ്ങിലേക്ക് കയറുന്നതിന് മുൻപ് പിറകിലൂടെ കെൻഡോസ്റ്റിക്കുമായിട്ട് വന്ന് ലില്ലിയാച്ചി ബെറോൺ കോർബിനെ ആക്രമിക്കുന്നു. അതേ ലില്ലിയാച്ചി പിന്നീട് ആ ഒരു റിങ്ങിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ പിറകിലൂടെ വന്ന ട്രിക് വില്യംസ് ഫിനിഷർ അടിച്ചുകൊണ്ട് ബെറോൺ കോർബിനെ ആക്രമിക്കുന്നു. അപ്പോൾ ട്രിക് വില്യംസും ബെറോൺ കോർബിനും തമ്മിലുള്ള സ്റ്റോറി ഇനി മുന്നോട്ടേക്ക് പോകും. സൺഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിൽ ഇവർക്കിടയിലൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം വരാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു നമുക്കവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ്റെ അടുത്തേക്ക് വുമൻസ് ചാമ്പ്യനായ ചെൽസി ഗ്രെയിൻ ചെല്ലുന്നു. തന്നെ സഹായിച്ചതിൽ വലിയ നന്ദിയുണ്ട് എന്ന് പറയുന്നു. അത് ചെൽസി ഗ്രെയിൻ ഒറ്റയ്ക്കായി പോകുമെന്ന് തോന്നിയപ്പോൾ താൻ വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്ന് ടിഫനിയോട് ചെൽസി ഗ്രെയിൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുകയാണ് താൻ ചെയ്യാൻ പോകുന്നത്, താനൊരു ഫൈറ്റിംഗ് ചാമ്പ്യനാണ് എന്നൊക്കെ പറഞ്ഞ് ടിഫനി സ്ട്രാറ്റൻ ആ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നതാണ് ആ ഒരു മൊമെൻറ്റിൽ കാണാൻ സാധിച്ചത്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ഇൻ റിംഗ് സെഗ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കെവിൻ ഓവൻസ് ആദ്യം റിംഗിലേക്ക് വരുന്നു. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ CM Punk അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് റിംഗിലേക്ക് വരുന്നു. ഇരുവരും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്. കാരണം അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ CM Punk എന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ നമ്പർ 1 കണ്ടൻഡറായ കെവിൻ ഓവൻസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. അപ്പോൾ അതിനുള്ള വലിയൊരു ബിൽഡപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. റിംഗ് ഓഫ് ഓണറിൽ 20 വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും ഒരേ സമയം ഉണ്ടായതിനെ സംബന്ധിച്ച് കെവിൻ ഓവൻസ് ഓർമ്മപ്പെടുത്തുന്നു. CM Punkും ആ ഒരു ഓർമ്മകൾ പുതുക്കുന്നുണ്ട്. CM Punkിൻ്റെ സ്വഭാവത്തിൽ അന്നത്തേതുപോലെ തന്നെയാണ് ഇപ്പോഴും, വലിയ വ്യത്യാസം വന്നിട്ടില്ല എന്നും ലോക്കർ റൂമിൽ അദ്ദേഹം മറ്റ് റെസ്ലേഴ്സിനെയൊന്നും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും കെവിൻ ഓവൻസ് പറയുന്നു. CM Punk പോയ സ്ഥലങ്ങളിലെല്ലാം CM Punk വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും ഇതിനെ തുടർന്നാണ് കമ്പനിയിലേക്ക് ഇപ്പോൾ തിരികെ വന്നിട്ടുള്ളത് എന്നും കെവിൻ ഓവൻസ് പറയുന്നു. താൻ പോയ സ്ഥലങ്ങളിലെല്ലാം മെയിൻ ഇവൻറ്റ് ചെയ്യാനും ചാമ്പ്യനാകാനും സാധിച്ചിട്ടുണ്ട്. താൻ വലിയ പ്രശ്നക്കാരനല്ല എന്നുള്ളതും കെവിൻ ഓവൻസ് പറയുന്നുണ്ട്. കൂടാതെ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനെതിരെ മത്സരിച്ചുകൊണ്ട് റെസ്ൽമേനിയ മെയിൻ ഇവൻറ്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച റെസ്ലറാണ് താൻ എന്നുള്ളതും കെവിൻ ഓവൻസ് പറയുന്നു. തക്കതായിട്ടുള്ള ഒരു മറുപടിയും CM Punk കൊടുക്കുന്നുണ്ട്. ഇവർക്കിടയിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുമെന്ന് തോന്നിപ്പിച്ചു, പക്ഷേ ഫൈറ്റ് ഉണ്ടാകുന്നില്ല. വേണമെങ്കിൽ നിനക്കെന്നെ പഞ്ച് ചെയ്യാം, നിന്റെ ദേഷ്യം ഇവിടെ വെച്ച് തീർക്കാമെന്ന് CM Punk പറഞ്ഞു. അപ്പോൾ ആ ഒരു അടി അത് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി താൻ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ള കെവിൻ ഓവൻസിൻ്റെ നല്ലൊരു പഞ്ച് ഡയലോഗും കൂടി കാണിച്ചിട്ടാണ് ഈ ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് അവസാനിച്ചത്. സ്മാക്ഡൗൺ വീക്ക്ലി എപ്പിസോഡ് വീണ്ടും ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. സ്മാക്ഡൗൺ ജനറൽ മാനേജറായ നിക് ഓൾഡിസ് ഫിൻ ബാലറും എത്തിയിട്ടുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്. നിക് ഓൾഡിസ് ഫിൻ ബാലറിനോട് സമ്മർ സ്ലാമിലെ ഒരു സംഭവങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു. തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് വരുന്നതിനെ സംബന്ധിച്ച് ഫിൻ ബാലർ സംസാരിക്കുന്നു. കെവിൻ ഓവൻസ് റിട്ടേൺ ചെയ്തതിനെ സംബന്ധിച്ചും ആ മത്സരം ഫേറ്റൽ ഫോർവേ ആക്കിയതിനെ സംബന്ധിച്ചും ഫിൻ ബാലർ സംസാരിക്കുന്നു. എങ്ങനെയെങ്കിലും താൻ ആ ഒരു ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരുമെന്ന് ഫിൻ ബാലർ പറയുന്നു. അങ്ങോട്ടേക്ക് ഗുന്തർ കയറി വരുന്നു. ഗുന്തർ നിക് ഓൾഡിസുമായിട്ട് സമ്മർ സ്ലാമിലെ കാര്യങ്ങൾ ഒരു വട്ടം കൂടി പറയുന്നു.
ഇത്തവണയും തൻ്റെ കൺവെർസേഷൻ നീ വന്നിട്ട് ഇൻട്രപ്റ്റ് ചെയ്യുകയാണ്, ഇത്തവണ അത് ഫിൻ ബാലറുമായിട്ടുള്ള തൻ്റെ കൺവെർസേഷനാണ് എന്നൊക്കെ നിക്ക് ഓൾഡിസ് പറയുമ്പോൾ ഗുന്തർ പറയുന്നു തനിക്കിവിടെ ഫിൻ ബാലറിനെ കാണാൻ സാധിക്കുന്നില്ല എന്ന്. സൂക്ഷിച്ചു നോക്കിയാൽ തനിക്കിവിടെ ഫിൻ ബാലറിൻ്റെ നിഴലിനെ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നു. അതായത് ഫിൻ ബാലറിന് പഴയ പ്രതാപമില്ല എന്ന് ഫിൻ ബാലറിനെ പറഞ്ഞ് കളിയാക്കുകയാണ് ഗുന്തർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ഗുന്തറും ഫിൻ ബാലറും ഫേസ് ടു ഫേസ് വരുന്ന വലിയൊരു വാക്ക് തർക്കം നടക്കുന്നു. ഞാൻ ടൈറ്റിൽ പിക്ചറിലേക്ക് കയറി വരുന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിന്നിലൂടെ വേണമെങ്കിൽ തനിക്ക് കയറി വരാൻ സാധിക്കുമെങ്കിൽ അതങ്ങനെ നടക്കും. അപ്പോൾ ഫിൻ ബാലർ വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സാധ്യതകളാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ഇവിടെ തുറന്നിട്ടുള്ളത്. നല്ലൊരു ഫേസ് ടു ഫേസ് ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു ഗുന്തർ ഫിൻ ബാലറിലൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ മൂന്നാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ ഡാമിൻ പ്രീസ്റ്റ്, ആർ-ട്രൂത്ത് തുടങ്ങിയവരുടെ ടീം ട്രിപ്പിൾ-A ടാഗ് ടീം ചാമ്പ്യന്മാരായ വാർ റൈഡേഴ്സ്, MFT, ടാമ ടോങ്ക, ടോള ടോങ്ക തുടങ്ങിയവരുടെ ടീമിനെതിരെ ഒരു ട്രിപ്പിൾ ത്രെറ്റ് റൂൾസിലായിരുന്നു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല മത്സരമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ പുതിയ ചാമ്പ്യന്മാരെ നമുക്ക് കാണുവാൻ സാധിച്ചു. MFT ടീം ക്ലീനായി തന്നെ മത്സരത്തിൽ ആർ-ട്രൂത്തിനെ പിൻ ചെയ്തിട്ടാണ് പുതിയ ചാമ്പ്യന്മാർ ആകുന്നത്. ഹാക്കു എന്ന് പറയുന്ന ഇവരുടെ അച്ഛൻ, WWE ലെജൻഡ്, ഹോൾ ഓഫ് ഫെയിമർ, അദ്ദേഹം ഈ MFTയുടെ കൂടെ ജോയിൻ ചെയ്തത് അത് MFT കുറച്ചും കൂടി കരുത്തരാക്കപ്പെടുന്നു എന്നുള്ള ഒരു അർത്ഥം കൂടി നൽകുന്നുണ്ട്. കാരണം തുടർച്ചയായിട്ടുള്ള അവരുടെ ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ആ മത്സരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ പോയ MFTക്ക് ആദ്യത്തെ ഹാക്കു ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ അവരുടെ ടൈറ്റിൽ മാച്ചിൽ തന്നെ പുതിയ ചാമ്പ്യന്മാർ ആകുന്നു എന്ന് പറയുമ്പോൾ ഹാക്കുവിൻ്റെ ഈ ഒരു വരവ് MFTയെ നല്ല സ്ട്രോങ് ആക്കി കാണിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ആർ-ട്രൂത്ത്, ഡാമിൻ പ്രീസ്റ്റ് കൈവശത്ത് നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് MFTയിലേക്ക് എത്തിച്ചത് നല്ലൊരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന നാലാമത്തെയും മൂന്നാമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത് വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റൻ ഫേറ്റൽ ഇൻഫ്ലുവൻസിൻ്റെ ലീഡറായ JC ജെയിൻ എന്ന് പറയുന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരം. ടിഫനി സ്ട്രാറ്റന് ഈ ഒരു മത്സരത്തിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് വളരെയധികം സംശയമുള്ളൊരു കാര്യമായിരുന്നു. കാരണം നയ ജാക്സ്, ലാഷ് ലെജൻ തുടങ്ങിയവരുടെ ടിഫനി സ്ട്രാറ്റനെതിരെയുള്ള ഒരു ആക്രമണം, ഈ ഒരു ആക്രമണത്തെ ടിഫനി സ്ട്രാറ്റന് വലിയ രീതിയിൽ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. JC ജെയിൻ ആണെങ്കിൽ ഈ ബാക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയൊരു അറ്റാക്കിംഗ് ആയിരുന്നു ഈ മത്സരത്തിൽ ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ടിഫനി സ്ട്രാറ്റൻ വിജയിച്ചാൽ തന്നെ അത് ഏത് രീതിയിലാണ് വിജയിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നമുക്ക് ഈ ഒരു സ്റ്റോറി ഫോക്കസ് ചെയ്യുന്നവർക്ക് വളരെ കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുതന്നെയാണ് റിസൾട്ടിലും കാണാൻ സാധിച്ചത്. ചെൽസി ഗ്രീൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് പിന്നീട് എടുത്തു പറയേണ്ടത്. ചെൽസി ഗ്രീൻ ഈ മത്സരത്തിൻ്റെ മധ്യഭാഗത്താണ് റിംഗ് സൈഡിലേക്ക് വരുന്നത്. ചെൽസി ഗ്രീൻ ആ ഒരു റിംഗ് സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും താരത്തിൻ്റെ ഒരു ഇടപെടൽ അത് ടിഫനി സ്ട്രാറ്റൻ്റെ ശ്രദ്ധ ചെൽസി ഗ്രീനിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ചെൽസി ഗ്രീന് ഈ ഒരു മത്സരത്തിൽ ടിഫനി സ്ട്രാറ്റൻ പരാജയപ്പെടുന്നതിന് കാരണക്കാരിയാകുന്നത്. ഇപ്പോൾ ടിഫനി സ്ട്രാറ്റൻ, ചെൽസി ഗ്രീൻ തുടങ്ങിയവർക്കിടയിൽ ഒരു പ്രശ്നമുള്ളതുപോലെ കാണിച്ചിട്ടില്ല. പക്ഷേ ഇനി വരുന്ന എപ്പിസോഡുകളിൽ അതിൽ വലിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വുമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. എന്തായാലും സ്മാക്ഡൗൺ എപ്പിസോഡ് ഗംഭീരമായിട്ട് ഇന്നത്തെ മത്സരങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിന് മുൻപ് നമുക്ക് കാണാൻ സാധിച്ച ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ ജേഡ് കാർഗിൽ, B5, മീച്ചിൻ തുടങ്ങിയവർ സംസാരിക്കുന്നു. ജെഡ് കാർഗിൽ പറയുന്നത് ഈ ഷാർലറ്റ്, അലക്സ ബ്ലിസ്, ടൈറ്റൻ ഫെക്സ്ലി തുടങ്ങിയവരുടെ മൂവർ സംഘം ഞങ്ങൾക്കൊരു എതിരാളിയെ അല്ല എന്നുള്ളത്. ഷാർലറ്റ്, അലക്സ ബ്ലിസ് തുടങ്ങിയവർക്ക് കിട്ടുന്ന അടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്സ്ലി NXTയിൽ നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് ജെഡ് കാർഗിൽ പറയുന്നു. ഇവർ ഞങ്ങളെ സംബന്ധിച്ചൊരു വെല്ലുവിളിയെ അല്ല എന്നുള്ളതും B5 പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റാണ് ഈ മൂവർ സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവസാന മൊമെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് മത്സരമായിട്ട് നടക്കേണ്ടിയിരുന്നത് കോഡി റോഡ്സും സാമി സൈനും തമ്മിലുള്ള മത്സരമായിരുന്നു. പക്ഷേ കോഡി റോഡ്സ് ആദ്യം റിങ്ങിലേക്ക് വരുന്നുണ്ടെങ്കിലും പിറകെ വന്ന സാമി സൈൻ്റെ എൻട്രൻസ് കംപ്ലീറ്റ് ആകുന്നതിന് മുൻപേ കോഡി റോഡ്സിനെ റാൻഡി ഓർട്ടൺ പിറകിലൂടെ വന്നിട്ട് ആക്രമിക്കുന്നു. അങ്ങനെ സ്റ്റീൽ സ്റ്റെപ്പിലേക്കൊക്കെ ആക്രമിച്ചുകൊണ്ട് ആ കാണികളുടെ ഇടയിലൂടെ നടന്ന ഒരു ഫൈറ്റ് അവസാനം കോഡി റോഡ്സിനെ തിരികെ ആ ഒരു റിങ്ങിൻ്റെ സൈഡിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. കമൻറ്റ് ടേബിളിലെ മറ്റു ഉപകരണങ്ങളൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് അവിടേക്ക് ആ സ്റ്റീൽ സ്റ്റെപ്പ് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഈ കോഡി റോഡ്സിൻ്റെ തലയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം ഒരിക്കൽ കൂടി നടത്താൻ റാൻഡി ഓർട്ടൺ അങ്ങനെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. പക്ഷേ ലോ ബ്ലോ കൊടുത്തുകൊണ്ട് കോഡി റോഡ്സ് തിരിച്ചാക്രമിക്കുകയും റാൻഡി ഓർട്ടൻ്റെ തലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒഫീഷ്യൽസ് ആ ചെയർ പിടിച്ച് മാറ്റുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കോഡി റോഡ്സ് പിന്നെയും റാൻഡി ഓർട്ടനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് സ്മാക്ഡൗൺ പെട്ടെന്ന് ക്ലോസ് ആയത്. എൻഡിങ്
കൃത്യമായിട്ട് കോഡി റോഡ്സിന് വലിയ സ്റ്റാൻഡിങ് ടോൾ എന്നുള്ള രീതിയിൽ അവർക്ക് കാണിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ സ്മാക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഇതേ രീതിയിലുള്ള ഒരു ഫൈറ്റ് കോഡി റോഡ്സ് റാൻഡി ഓർട്ടനെതിരെ അടിക്കുന്നതായിട്ടുള്ള ഒരു ഫൈറ്റ് കാണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡ് ഗംഭീരമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല സ്റ്റോറി ലൈനുകളും നല്ല മത്സരങ്ങളും പുതിയ പുതിയ ചാമ്പ്യന്മാരെയും നമുക്ക് ലഭിച്ചു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.